കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുമിച്ച് ഇന്ന് 84-ാമത്തെ എപ്പിസോഡിലേക്ക് കൂടി വന്നിരിക്കുകയാണ്. ദൈവമക്കൾക്ക് അറിയാവുന്നതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വിലപ്പെട്ട ദൈവാലോചനകൾ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ 10-ാം അധ്യായത്തെ പ്രധാനമായി 2 പാർട്സായിട്ട് നമ്മൾ വിഭജിച്ചിരുന്നു. 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ യേശുക്രിസ്തു നല്ല ഇടയൻ എന്നുള്ളതാണ് മുഖ്യമായ വിഷയം. നല്ല ഇടയനും വ്യാജ ഇടയനും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ ആ വേദഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. അടുത്ത വിഭജനം അതിൻ്റെ 22 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. 41 വാക്യമെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ചില ബൈബിളുകളിൽ 42 വാക്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 22 മുതൽ 42 വരെയുള്ള വാക്യം, ആ വിഭജനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, യഹൂദന്മാരുടെ പ്രതികരണമാണ് മുഖ്യമായ വിഷയം. 22 മുതൽ 42 വരെയുള്ള വേദഭാഗം പിന്നെയും നമ്മൾ വിഭജിക്കുകയുണ്ടായി. അതിൻ്റെ ആദ്യ ഭാഗത്ത് 22 മുതൽ 30 വരെയുള്ള വേദഭാഗത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ആ യൂണിറ്റിയെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചിന്തകളാണ് ആ വിഭജനത്തിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ താല്പര്യപ്പെടുന്നത് 10-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 42 വരെയുള്ള വേദഭാഗം, യഹൂദന്മാരുടെ പ്രതികരണം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. യോഹന്നാൻ 10-ന്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. ഇന്നത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ വേദഭാഗങ്ങൾ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും. നമുക്കറിയാം, 22 മുതലുള്ള വേദഭാഗത്തിൽ യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോൻ്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് യഹൂദന്മാർ കർത്താവിനെ വന്ന് എൻസർക്കിൾ ചെയ്ത് വളഞ്ഞ് കർത്താവ് മശിയാണോ, ആണെങ്കിൽ സ്പഷ്ടമായി പറയണം എന്ന് കർത്താവിനോട് ആവശ്യപ്പെടുന്നത്. പ്രതിഷ്ഠോത്സവം എന്താണെന്ന് അല്പം ഡീറ്റെയിലായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതായിരുന്നു. അതുകൊണ്ട് അധികം ഡീറ്റെയിലേക്ക് ഞാൻ പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും ആദ്യമായി ഈ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു സൂചന തരാം. സിറിയക്കാരനായ രാജാവ് ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന മനുഷ്യൻ ദേവാലയത്തെ അശുദ്ധമാക്കി. യൂദാസ് മക്കാബിയസിൻ്റെ നേതൃത്വത്തിൽ യഹൂദന്മാർ ദേവാലയത്തെ പിന്നീട് മടക്കി അവർ പിടിച്ച് ആലയത്തെ ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി. അങ്ങനെ യൂദാസ് മക്കാബിയസ് ആണ് ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ ശേഷം ഇങ്ങനെ പ്രതിഷ്ഠോത്സവം ആചരിക്കണമെന്നുള്ള നിയമം താൻ കൊണ്ടുവരുന്നത്. ഇത് വാസ്തവത്തിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഉത്സവമല്ല. ഇത് അവർ ആൻറ്റിയോക്കസ് എപ്പിഫാനസിൽ നിന്ന് ദേവാലയത്തെ പിടിച്ച് ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അവർ വർഷം തോറും നടത്തുന്ന ഒരു ഉത്സവമാണ്. ഏതാണ്ട് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഈ
ഉത്സവ സമയത്താണ് കർത്താവ് ദേവാലയത്തിന് തൊട്ടടുത്തുള്ള ശലോമോൻ്റെ മണ്ഡപത്തിലൂടെ നടക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അവിടെയാണ് യഹൂദന്മാർ കർത്താവിനോട് അവിടുന്ന് മെസ്സിയാണോ എന്ന് സ്പഷ്ടമായി പറയണം, സാദൃശ്യങ്ങളിലൂടെ അല്ല, ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കാര്യം അറിയണം. അതിന് കർത്താവിൻ്റെ മറുപടി 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. കർത്താവ് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാക്കുകളിലൂടെയും എൻ്റെ പ്രവൃത്തികളിലൂടെയും എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ മശിയയാണെന്നും അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണെന്നും വളരെ സ്പഷ്ടമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് പറയുക, പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിച്ചില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്ന് കർത്താവോടെ വളരെ ശക്തമായി പറയുന്നു. നിങ്ങൾ എൻ്റെ ആടുകളല്ല. കുറച്ചുകൂടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 29-ാം വാക്യത്തിൽ, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവാം ദൈവമാണ് പുത്രൻ ആടുകളെ കൊടുക്കുന്നത്. അർത്ഥം, പിതാവ് ആകർഷിക്കാതെ ആർക്കും കർത്താവിൻ്റെ ആടാകുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ ആടാണെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കും, കർത്താവിനെ അറിയും, കർത്താവ് ആടിനെ അറിയും. കർത്താവ് മുന്നിൽ നടക്കും, ആടുകൾ കർത്താവിനെ അനുഗമിക്കും. അങ്ങനെയുള്ള ആടുകളെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും തട്ടിപ്പറിക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്നും കഴിയത്തില്ല, പിതാവാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും കഴിയത്തില്ല എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. അപ്പം ഇവിടെ നമ്മൾക്ക് മനസ്സിലായ ഒരു സത്യം ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു. അനേക ആളുകൾ ചിന്തിക്കുന്നത്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ശേഷം പിന്നീട് പാപത്തിൽ തുടരുകയാണെങ്കിൽ അത് സാരമില്ല, അവർക്ക് ആത്മരക്ഷ നഷ്ടപ്പെടുന്നില്ല എന്നൊരു ചിന്ത പലരുടെ ഉള്ളിൽ ഉണ്ട്. പക്ഷേ അവരുടെ ആശയത്തെ പിന്താങ്ങുന്ന വാക്കുകളല്ല ഇത്. തീർച്ചയായിട്ടും രക്ഷയുടെ അനുഭവത്തിൽ നിലനിൽക്കുന്ന ഒരാളിനെ, കർത്താവിൻ്റെ കയ്യിൽ പിതാവിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരാടിനെ, ഒരു വിശ്വാസിയെ, ഒരു ശിഷ്യനെ ആർക്കും തട്ടിപ്പറിക്കാൻ കഴിയത്തില്ല. പിശാചോ പിശാചിൻ്റെ ഏജന്റന്മാരായ ദുരുപദേശകർക്കോ വ്യാജ ഇടയന്മാർക്കോ തട്ടിപ്പറിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഒരിക്കൽ തീരുമാനമെടുത്ത ശേഷം, കർത്താവിൻ്റെ കയ്യിൽ വന്ന ശേഷം, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാറുന്ന ഒരാൾ, സ്വന്തമായി തന്നെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന, കർത്താവുമായിട്ടുള്ള അഭേദ്യമായ കൂട്ടായ്മ വിച്ഛേദിച്ച് പോകുന്ന ഒരാൾ, തീർച്ചയായിട്ടും അവർക്ക് രക്ഷ നഷ്ടപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഒരു ഭാഗത്ത് ദൈവകൃപയിൽ നിൽക്കുന്നവരുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. അവർ കർത്താവിൻ്റെ കയ്യിലാണ്, പിതാവിൻ്റെ കയ്യിലാണ്, പിതാവും പുത്രനുമായിട്ടുള്ള ഭേദ്യമായുള്ള കൂട്ടായ്മയിലാണ്. എന്നാൽ കൂട്ടായ്മ പാപം നിമിത്തം മുറിഞ്ഞുപോയ ആളുകൾ കർത്താവിൻ്റെ കയ്യിലല്ല. അവർ പിശാചിനെ അനുസരിച്ച്, ദുരുപദേശങ്ങൾ അനുസരിച്ച് യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് അവർ മാറിപ്പോകുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് നിത്യരക്ഷയുണ്ട് എന്ന ചിന്ത ഈ വചന അടിസ്ഥാനത്തിൽ നമുക്കൊരിക്കലും സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് വളരെ വ്യക്തമാക്കി. ആ 28-ാമത്തെ വാക്യം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയുമില്ല എന്ന വാക്യം 27-ാം വാക്യത്തിൻ്റെ തുടർച്ചയാണ്. അപ്പം 28-ാം വാക്യത്തിൽ നമ്മൾ തെറ്റിദ്ധാരണ സ്ഥാപിക്കാതെ 27 മുതൽ നമ്മൾ വായിക്കണം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് കർത്താവ് നിത്യജീവൻ കൊടുക്കുന്നു. അങ്ങനെയുള്ളവരാണ് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം 27 മുതൽ വായിക്കുമ്പോൾ കർത്താവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ നിലനിൽക്കുന്ന ആട് അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല. പക്ഷേ പാപം ചെയ്യുകയാണെങ്കിൽ കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് മാറുകയാണ്, കർത്താവിനെ പിന്നെ അനുഗമിക്കാതെ ഇരിക്കുകയാണ്.
അങ്ങനെയുള്ളവർ സ്വന്തമായി അവർ ആ കയ്യിൽ നിന്ന് മാറുകയാണ്. ആർക്കും കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ കഴിയത്തില്ല, പക്ഷേ കയ്യിൽ നിന്ന് പാപം ചെയ്യുന്നവന് മാറാൻ കഴിയും. ഒരു വ്യക്തിക്ക് സ്വന്തമായി മാറുവാൻ കഴിയും, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ രക്ഷ നഷ്ടപ്പെടും. പ്രിയ സഹോദരി സഹോദരന്മാരെ, അത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിച്ചതുകൊണ്ട് ഇപ്പോൾ അത് കൂടുതലായി പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിട്ട് കർത്താവ് 30-ാമത്തെ വാക്യത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് പറഞ്ഞതും നമ്മൾ ചിന്തിച്ചതാണ്. കർത്താവും പിതാവും ഒന്നാണ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചിരുന്നു. ആടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഒന്നാണ്, സ്വഭാവത്തിലും ഉദ്ദേശത്തിലും എല്ലാം പിതാവും പുത്രനും ഒന്നാണ്. അതിൻ്റെ അർത്ഥം പിതാവും പുത്രനും ഒറ്റ വ്യക്തിത്വമല്ല, സാരാംശത്തിൽ ഒന്നാണ്, പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. പിതാവ് ദൈവമാണ്, പുത്രനായ യേശു ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പക്ഷേ പിതാവ് പുത്രനല്ല, പുത്രൻ പിതാവല്ല. ആ ഒരു വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഏക ദൈവം എന്ന വെളിപ്പാടാണ് വേദപുസ്തകം ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയുന്നതെന്ന് ഇതിനോടകം പല ആവർത്തി ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാനും പിതാവും ഒന്നാണ് എന്ന് കർത്താവ് പറയുമ്പോൾ ക്യാരക്ടറിൽ, പർപ്പസിൽ, വില്ലിൽ, വർക്കിൽ എല്ലാത്തിലും പിതാവും പുത്രനും ഒന്നാണ് എന്ന ആശയമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. കർത്താവിന് ബിലോങ് ചെയ്യുന്ന ഷീപ്പ്, കർത്താവിൻ്റേതായിട്ടുള്ള ആടുകൾ പിതാവിൻ്റെ ആടുകളുമാണ് എന്ന ആശയം നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ ആണ് നമ്മൾ തുടർന്ന് 31 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ ചില ബൈബിളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 42 വരെയുള്ള വാക്യങ്ങളുണ്ട്. യഹൂദന്മാരുടെ റെസ്പോൺസാണ് നമ്മൾ ഇനിയും ധ്യാനിക്കുവാനായിട്ട് നമ്മൾ പോകുന്നത്. 31-ാം വാക്യം നമുക്ക് വായിക്കാം. യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. ഈ 30-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിമിത്തമാണ് കേൾവിക്കാരായ യഹൂദന്മാർ ശലോമോൻ്റെ പോർട്ടിക്കോയിൽ കർത്താവിനെ എൻസർക്കിൾ ചെയ്ത് സ്പഷ്ടമായി നീ മശിയ ആണോ എന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ട യഹൂദന്മാർ ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് കർത്താവിനെ കല്ലെറിയുവാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യം, 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 59-ാം വാക്യം, 10-ാം അധ്യായത്തിൻ്റെ ഈ 31 ചേർത്താൽ ഇത് 4-ാമത്തെ തവണയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ യഹൂദന്മാർ കൊല്ലുവാനായി ഭാവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരിവിടെ പറയുന്ന കാര്യം 32-ാം വാക്യത്തിൽ യേശു അവരോട് പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. 33-ാം വാക്യം, യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തം നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം യഹൂദന്മാർ 30-ാമത്തെ വാക്യത്തിൽ ഞാനും പിതാവ് ഒന്നാണെന്ന് കർത്താവ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദൈവദൂഷണമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കർത്താവിനെ കല്ലെറിയുവാനായിട്ട് അവർ ഭാവിക്കുന്നത്. എന്തായി ദൈവദൂഷണം, ബ്ലാസ്ഫീമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അവരുടെ ദൃഷ്ടിയിൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി മുന്നേ നിൽക്കുകയാണ്. അസലായി കർത്താവ് ആരാണെന്നുള്ള വെളിപ്പാട് ഈ യഹൂദന്മാർക്ക് ലഭിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ പഠിച്ചതാണ്, പിതാവ് ഇവരെ ക്രിസ്തുവിങ്കലേക്ക് ആകർഷിച്ചിട്ടില്ല. ഈ മനുഷ്യവേഷം അണിഞ്ഞിരിക്കുന്നത് ഉയരത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള വെളിപ്പാട് ഈ യഹൂദന്മാർക്കില്ല. അതുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്, മനുഷ്യൻ മാത്രമായിരിക്കുന്ന ഒരാൾ ദൈവത്തോട് സമനായി പറയുന്നു എങ്കിൽ അത് ദൈവദൂഷണമാണ്.
യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്കില്ലാഞ്ഞതുകൊണ്ടാണ് അവർ ഈ നിലയിൽ കർത്താവ് 30-ാം വാക്യത്തിൽ പറഞ്ഞ പ്രസ്താവനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ കർത്താവിനെ ഇപ്പോൾ കല്ലെടുത്ത് എറിയുവാനായി ഭാവിക്കുന്നത്. ആ 31-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച്, യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. പിക്ഡ് അപ്പ്, കല്ലെടുത്തു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ സോളമൻ്റെ പോർട്ടിക്കോയിൽ ഇത്രയും കല്ലുകളുണ്ടോ? ദേവാലയത്തിൽ ഇത്രയും കല്ലുകളുണ്ടോ? കാരണം പലയിടങ്ങളിൽ കർത്താവിനെ എറിയുവാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷേ സൂക്ഷ്മമായി ആ കാര്യങ്ങൾ പഠിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന മൂലഭാഷ അർത്ഥമാക്കുന്നത് അവർ ചെന്ന് കല്ല് തപ്പിപ്പറക്കിക്കൊണ്ട് അവർ മടങ്ങി വന്ന് കർത്താവിനെ എറിയുവാൻ തുടങ്ങി എന്ന ആശയത്തിലാണ്. അല്ലാതെ ദേവാലയത്തിൽ ചുറ്റിപ്പറ്റി കല്ലുകൾ നിറഞ്ഞു കിടന്നു എന്ന ചിന്ത നമുക്ക് ആവശ്യമില്ല. കർത്താവിനെ എറിയുവാൻ, കൊല്ലുവാനുള്ള ആഗ്രഹത്തിൽ അവർ പോയി കല്ലുകൾ കൊണ്ടുവന്നു എന്ന ആശയമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ലേവ്യ പുസ്തകം 24:16 വാക്യം, സംഖ്യ 15:30 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തനം 21-22 ഈ വാക്യങ്ങളിൽ ന്യായപ്രമാണമനുസരിച്ച് ദൈവദൂഷണം പറയുന്ന ആളുകളെ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലണം എന്നത് തിരുവെഴുത്തിലെ സത്യമാണ്. അതുകൊണ്ടാണ് ഈ യഹൂദന്മാർ കർത്താവിനോട് ഇതുപോലെ പ്രതികരിക്കുന്ന ആ കാലഘട്ടത്തെ ആത്മീക നേതൃത്വം ഇപ്പോൾ കർത്താവിനെ കല്ലെറിയുവാനായി ഭാവിക്കുന്നത്. വാസ്തവത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 18:31 നമ്മൾ വരുമ്പോൾ ഒരു വാക്യം ഇങ്ങനെയാണ്, പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണപ്രകാരം വിധിക്കുവീൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം കല്ലെറിഞ്ഞ് ഒരാളെ കൊല്ലുവാനുള്ള അധികാരം വാസ്തവത്തിൽ യഹൂദന്മാർക്കില്ല. റോമാക്കാർ, യഹൂദന്മാരെ ഭരിക്കുന്ന റോമൻ ഗവൺമെൻറ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനുള്ള അധികാരം യഹൂദന്മാർക്ക് കൊടുത്തിട്ടില്ല. എന്നാലും ഈ വെളിപ്പാടില്ലാത്ത ഈ യഹൂദന്മാർ കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുൻപിൽ അവർ കോപവും ക്രോധവും ഒക്കെ ഉള്ളവരായി തീർന്ന് നിയമം അവരവരുടെ കയ്യിലെടുക്കുകയാണ്. റോമാക്കാർ അനുവദിച്ചിട്ടില്ലെങ്കിലും നിയമം കയ്യിലെടുത്തുകൊണ്ട് അവർ കർത്താവിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ പോവുകയാണ്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദൈവമക്കൾക്കറിയാമല്ലോ, ദൈവസഭയുടെ ഒന്നാമത്തെ രക്തസാക്ഷിയായി മാറിയത് സ്തേഫാനോസാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 54 മുതൽ 8-1 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തെ ഒരു പ്രസംഗത്തിന് ശേഷം കല്ലെറിഞ്ഞ് കൊന്നെന്നാണ് തിരുവെഴുത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ന്യായമായി റോമാക്കാർ യഹൂദന്മാരെ അനുവദിച്ചിട്ടില്ലെങ്കിലും ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നിവർത്തിക്കുവാനായി അവർ നിയമത്തെ കയ്യിലെടുക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ ദേവാലയത്തിൽ ഇവിടെ കാണുന്നത്. യഹൂദന്മാർ കർത്താവിനെ കൊല്ലുവാൻ അവർ കല്ലുകൾ കയ്യിൽ എടുത്തു. 32-ാമത്തെ വാക്യം ഞാൻ വായിച്ചതാണെങ്കിലും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. യേശു അവരോട്, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. കൊല്ലുവാനായി കല്ലെറിയുന്നവരുടെ മുൻപിൽ വളരെ കൺട്രോളിൽ നിൽക്കുന്ന, ശാന്തമായി നിൽക്കുന്ന യേശുവിനെ നമ്മൾക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന അഭിഷക്തരായ ദൈവജനത്തോട് ഇതിനകത്തുനിന്നൊരു ദൂത് എനിക്ക് പറയാനുള്ളത്, അക്ഷരീകമായ കല്ലേറല്ലായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. വാക്കുകൾ തൊടുത്തുവിട്ട് നിങ്ങൾക്കെതിരെ ശത്രുവായവൻ ചില ആളുകളെ ഉപയോഗിക്കുന്നുണ്ട് എന്നിരിക്കട്ടെ. അതിൻ്റെ നടുവിൽ പരിഭവമില്ലാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, നിങ്ങൾ ആരാണ്, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തതാണ്, ദൈവം നിങ്ങളെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചതാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ ശാന്തമായി നിൽക്കാൻ ദൈവം നിങ്ങൾക്കും എനിക്കും കൃപ തരട്ടെ. കർത്താവായ യേശുക്രിസ്തു നമുക്ക് നല്ല മാതൃകയാണ്. കർത്താവ് ആ സമയം അവിടെ വിട്ടുപോകുന്നില്ല.
കർത്താവ് അവരോട് ദേഷ്യപ്പെടുന്നില്ല. കർത്താവിനെ അവർ കൊല്ലുവാൻ തുടങ്ങുവാൻ പോവുകയാണ്. അതിന് നടുവിൽ ശാന്തമായി അവരോട് റീതിങ്ക് ചെയ്യുവാൻ കർത്താവ് ആലോചന പറയുകയാണ്. നിങ്ങൾ കല്ലെടുത്ത് തന്നെ എറിയാൻ പോവുകയല്ലേ? സാധാരണ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ റിവാർഡ് ചെയ്യുകയാണ്, അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഞാൻ ചെയ്ത നല്ല പ്രവൃത്തികൾ നിങ്ങളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ കയ്യിൽ കല്ലെടുത്തിരിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല എന്ന് വളരെ ശാന്തമായി അവർക്ക് ചിന്തിക്കത്തക്കവണ്ണം കർത്താവ് അവരോട് മറുപടി പറയുകയാണ്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നല്ല പ്രവൃത്തി, നല്ലത്, കാലോസ് എന്ന ആ പ്രയോഗം ഞാൻ നല്ല ഇടയനാണ് എന്ന പ്രസ്താവനയിൽ ഉപയോഗിച്ച അതേ വാക്കാണ്. നോബിൾ, എക്സലൻറ്റ്, ബ്യൂട്ടിഫുൾ വർക്ക്സ്. പിതാവാം ദൈവം പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് ചെയ്തു. നമുക്കതറിയാം. അതിൻ്റെ 32 ആദ്യ ഭാഗം, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ. വാസ്തവത്തിൽ ഈ നല്ല പ്രവൃത്തികൾ കണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്ലെയിമുകൾ 30-ാം വാക്യത്തിൽ ഞാനും പിതാവും ഒന്നാണെന്നുള്ള ആ ദൈവത്തിൻ്റെ ക്ലെയിമുകൾ സ്വീകരിക്കേണ്ടതിന് പകരം അവർ കർത്താവിനെ തെറ്റിദ്ധരിച്ച് ദൈവദൂഷണം പറയുകയാണ് എന്ന് പറഞ്ഞ് എറിയുവാനായി ഭാവിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിൽ ആ വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ധ്യാനിച്ചതായിരുന്നു. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. അപ്പം ഈ പ്രവൃത്തികളെ നിങ്ങളൊന്ന് വിലയിരുത്ത്. എന്നിട്ട് ഇത് സാധാരണ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് പറയുമ്പോൾ പ്രവൃത്തികളെ അല്പം വിശാലമായി നമ്മൾ ചിന്തിച്ചാൽ മിറക്കിൾസ് മാത്രമല്ല, കർത്താവ് തീർച്ചയായിട്ടും അപാരമായ അത്ഭുതങ്ങൾ ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി, വിശക്കുന്നവർക്ക് കർത്താവ് ആഹാരം കൊടുത്തു, ക്ഷീണിതരായിരിക്കുന്ന ആളുകളെ കർത്താവ് ബലപ്പെടുത്തി. ധാരാളം നല്ല പ്രവൃത്തികൾ കർത്താവ് ചെയ്തു. അമാനുഷികമായ ദൈവിക ശക്തിയുടെ വ്യാപാരത്താലാണ് കർത്താവ് അത് ചെയ്യുന്നത്. അവരുടെ ഇടയിൽ മറ്റാരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അവരുടെ നേതാക്കന്മാർക്ക് അത് ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അതാണ് കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ ഇതൊന്ന് വിലയിരുത്ത്. പെട്ടെന്നൊരു ആക്ഷനിലേക്ക് നിങ്ങൾ പോകാതെ, അവിവേകം കാണിക്കാതെ, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുവാനാണ് കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നത്. തൻ്റേതായിട്ടുള്ള പ്രവൃത്തികളെ ഒന്ന് അസസ് ചെയ്ത് ഒന്ന് നോക്കിയാൽ അവർ ഈ കല്ലെടുത്ത് എറിയുവാൻ ഭാവിക്കുന്നത് അതൊരു ഇൻഅപ്രോപ്രിയേറ്റ് ആക്ഷനാണെന്ന് അവർക്ക് തന്നെ ബോധ്യമാകും. ഇതാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. 30-ാമത്തെ വാക്യത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്നതിനെ തുടർന്നിട്ടാണ് 31-ാം വാക്യത്തിൽ യഹൂദന്മാർ കല്ലെടുത്ത് കർത്താവിനെ എറിയുവാൻ ഭാവിക്കുന്നത്. 33-ാം വാക്യത്തിൽ അവർക്ക് കർത്താവ് 30-ാം വാക്യത്തിൽ പറഞ്ഞത് ദൈവദൂഷണമായിട്ട് തോന്നി. അപ്പം എന്ന് നമ്മൾ പറയുമ്പോൾ കേവലം മനുഷ്യനായി മാത്രമേ യഹൂദന്മാർ കർത്താവിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. നസ്രേത്തുകാരനായ തച്ചനായ യോസഫിൻ്റെ മകൻ. അവിടുന്ന് ദൈവത്തോട് സമനായിട്ടുള്ള വാക്കുകൾ പറയുന്നതാണ് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നത്. ഞാൻ നേരത്തെ പ്രസ്താവിച്ചു, അവർക്ക് യേശു ആരാണെന്നുള്ള വെളിപ്പാട് അവർക്ക് ഇല്ലാതെ പോയതാണ് ഇതിൻ്റെ കാരണം. പക്ഷേ ഈ സമയത്ത് കല്ല് കയ്യിലെടുത്ത് കർത്താവിനെ എറിയാൻ പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്ലെയിമിൽ നിന്ന് മാറിയില്ല. അനേക ആളുകൾ ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു പരസ്യമായിട്ട് അവിടുന്ന് ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ്. നമുക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം, യഹൂദന്മാർക്ക് ശരിക്കും മനസ്സിലായി 30-ാം വാക്യത്തിൽ കർത്താവ് എന്താണ് പറഞ്ഞതെന്ന്. മനസ്സിലായതുകൊണ്ടാണ് അവർ ദൈവദൂഷണമാണെന്നും പറഞ്ഞ് കർത്താവിനെ ഇപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുവാനായി ഭാവിക്കുന്നത്. ആ സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞിട്ടില്ല, സഹോദരന്മാരെ,
ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്തിനാ ഈ കല്ലെടുത്ത് എറിയുവാൻ ഭാവിക്കുന്നത് എന്നല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത് യെസ്, ഞാൻ പറഞ്ഞത് അർത്ഥമാക്കി തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ പ്രവൃത്തികളെ വിലയിരുത്തി നോക്ക്. പിതാവിൻ്റെ കൽപ്പനയാലാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ദൈവമക്കൾ 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഒരിക്കൽ അത് പഠിച്ചതാണ്. ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാം. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനും സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരാവർത്തിയുടെ വായിക്കാം. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യം ഉണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. അപ്പോൾ ദൈവദൂഷണമാണെന്ന് പറയുന്നവരോട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നല്ല കർത്താവ് പറയുന്നത്. അവിടുന്ന് സംസാരിച്ച ഓരോ കാര്യവും പിതാവ് കൊടുത്ത വചനമാണ്. കർത്താവ് വളരെ മീനിങ് തന്നെയാണ് സംസാരിച്ചത്. കർത്താവ് സംസാരിച്ചതിൽ നിന്ന് കർത്താവ് വിഡ്രോ ചെയ്യുന്നില്ല, ബാക്ക് ഓഫ് ചെയ്യുന്നില്ല. അതിനെ പിന്താങ്ങിക്കൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്ത്. ഇത് പിതാവിൻ്റെ കൽപ്പനയാലാണ് ഞാൻ ചെയ്യുന്നത്. പണ്ടൊരിക്കൽ യെരുശലേമിൽ പറഞ്ഞതാണ്. 5-ാം അധ്യായത്തിൽ ഞാൻ ദൈവമക്കളുടെ മുൻപിൽ കൊണ്ടുവന്ന വിഷയം അവിടെയും പറഞ്ഞത്, പിതാവ് എനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ ചെയ്യുന്നു. പിതാവ് പറയുന്നതും പിതാവ് കാണിച്ചു കൊടുക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമേ പുത്രൻ ചെയ്യുന്നുള്ളൂ. പിതാവ് പുത്രനിൽ, പുത്രൻ പിതാവിൽ എന്ന വലിയ ആശയം, അഭേദ്യമായ ആ ബന്ധത്തിൻ്റെ ആശയം പിന്നെയും നമ്മൾ ഇവിടെ കാണുകയാണ്. അപ്പോൾ ചിലർ പറയുന്നത് പോലെ യേശുക്രിസ്തു ദൈവത്വത്തിൻ്റെ ക്ലെയിംസുകൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് ദൈവവചനം അറിയാൻ വയ്യാത്തത് കൊണ്ടുള്ള പ്രസ്താവനകളാണ്. കർത്താവായ യേശുക്രിസ്തു ദൈവത്വത്തെക്കുറിച്ച് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വാക്കുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ സ്പഷ്ടമായി കാണിക്കുന്നതാണ്. അതിൽ സംശയമില്ല. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുന്ന ഒരു ദൈവ പൈതലിന് വളരെ ക്ലിയർ കട്ടായിട്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം മനസ്സിലാക്കാൻ കഴിയും. ഇത് എഴുതിയ അപ്പോസ്തലനായ യോഹന്നാൻ്റെ ഉദ്ദേശവും അതാണ് ഇതിൻ്റെ കുറിവാക്യം 20:31 യോഹന്നാൻ പറയുന്നു, സകല ആളുകളും യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശ്വസിച്ച് അത് മുഖാന്തരം അവർക്ക് നിത്യജീവൻ ഉണ്ടാകണം. നമുക്ക് മുന്നോട്ട് പോകാം. 33-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർക്ക് വളരെ സ്പഷ്ടമായി യേശു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 33 നമ്മൾ ഇതിനോടകം പഠിച്ചതാണ്. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പിറവിയിലെ കുരുടനായ സൗഖ്യമായ മനുഷ്യൻ പറയുന്ന പ്രസ്താവനയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അങ്ങനെ ഒരു വെളിപ്പാട് യഹൂദന്മാർക്ക് കിട്ടിയില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം യഹൂദന്മാരുടെ മനസ്സിലെപ്പോഴും കേവലം മനുഷ്യനായിരിക്കുന്നയാൾ ദൈവത്തോട് സമനായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ദൈവദൂഷണമായി അവർ മനസ്സിലാക്കി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യവും ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഇവർ ഉദ്ദേശിച്ചതുപോലെ കർത്താവ് ദൈവദൂഷണം പറയുകയല്ല എന്ന് നമുക്കറിയാം. ഇവർ കർത്താവായ യേശുക്രിസ്തുവിനെ കേവലം മനുഷ്യനായി കണ്ടപ്പോൾ കർത്താവ് ആരാണ്? യോഹന്നാൻ 1:14 നമ്മൾ ഒരുമിച്ച് ഈ പഠന പരമ്പരയുടെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ്. ഞാനിവിടെ ദൈവമക്കൾക്ക് വേണ്ടി അത് വായിക്കാം. ആദിയിൽ വചനമുണ്ട്, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു.
എന്ന് പറഞ്ഞ ശേഷം 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. 18-ാം വാക്യത്തിൽ വരുമ്പോൾ വളരെ ക്ലിയറായി ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതനായ പുത്രൻ ദൈവത്തിൻ്റെ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു പാർത്തു. ഇതാണ് യോഹന്നാൻ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം. യഹൂദന്മാർ ചിന്തിച്ചതുപോലെ യേശു ദൈവദൂഷണം പറഞ്ഞതല്ല. അവിടുന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യൻ്റെ വേഷത്തിൽ വന്നതാണ്. ഫിലിപ്പ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇൻകാർണേഷനെക്കുറിച്ചുള്ള വെളിപ്പാട് തരുന്നത് നമ്മൾ ചില അവസരങ്ങളിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ അത് ഒരു പ്രാവശ്യം കൂടെ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. മനുഷ്യൻ ദൈവവുമായി ഉയർത്തുക അല്ലായിരുന്നു, ദൈവം തന്നെത്താൻ താഴ്ത്തി മനുഷ്യനാകുകയായിരുന്നു. ഈ വെളിപ്പാട് യഹൂദന്മാർക്ക് ഇല്ലാതെ പോയതാണ് ഇവിടുത്തെ പ്രശ്നമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 34-35 വാക്യത്തിലേക്ക് നമുക്ക് ഇനിയും പ്രവേശിക്കാം. യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്നു പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ ന്യായം ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഈ വാക്കുകൾ മനസ്സിലാകുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തിലൂടെ അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി തെറ്റാണ് എന്ന് ബോധ്യമാക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആദ്യം കർത്താവായ യേശുക്രിസ്തു 30-ാം വാക്യത്തിൽ പറഞ്ഞ വെളിപ്പാട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് അവർ ദൈവദൂഷണമാണെന്നും പറഞ്ഞ് കർത്താവിനെ കല്ലെടുത്ത് എറിയുവാനായി ഭാവിക്കുന്നത്. ഈ എറിയാൻ ഭാവിക്കുന്ന സമയത്ത് കർത്താവ് അവരെ തൻ്റെ പ്രവൃത്തികളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അവിടുന്ന് പിതാവിൻ്റെ കൽപ്പനയാൽ ചെയ്യുന്ന പ്രവൃത്തികൾ അവിടുത്തെ ദൈവത്വത്തിലേക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഇതവർ ശ്രദ്ധിച്ചതായിരുന്നെങ്കിൽ അവരൊരിക്കലും കർത്താവിനെ കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലുവാൻ ഭാവിക്കത്തില്ലായിരുന്നു. ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്കില്ലാതെ പോയതാണ് പ്രശ്നം. അതിനുശേഷം കർത്താവ് അടുത്ത ആർഗ്യുമെൻ്റ് കൊണ്ടുവരുന്നത് ദൈവമക്കൾ ശ്രദ്ധിക്കണം. ദൈവദൂഷണമായതുകൊണ്ടാണ് അവർ കർത്താവിനെ എറിയുവാനായി ഭാവിക്കുന്നത്. ദൈവദൂഷണം ആണ്, ദൈവദൂഷണത്തിന് കല്ലെടുത്ത് എറിയണമെന്നുള്ള ആശയം എവിടെ കിട്ടി? ഞാൻ നേരത്തെ ദൈവമക്കളോട് പറഞ്ഞു, ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലുമൊക്കെ ദൈവദൂഷണം പറയുന്നവരെ കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലണമെന്നുള്ളത് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനയാണ്. അതേ ന്യായപ്രമാണം വെച്ച് കർത്താവ് ഇപ്പോൾ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞത് ദൈവദൂഷണമല്ല. കാരണം കേവലം മനുഷ്യരെ ദേവന്മാർ, ഗോഡ്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അയച്ചിട്ട് ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനായ ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിൽ വന്നപ്പോൾ തന്നെത്താൻ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നത് എങ്ങനെയാണ്
നിങ്ങൾ അങ്ങനെ ഉള്ള പ്രസ്താവനയ്ക്കെതിരെ കല്ലെറിയുന്നത് എന്ന ന്യായമാണ് കർത്താവ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഞാനത് വിശദീകരിക്കാം. 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. കർത്താവ് പറയുന്ന ന്യായം ഇതാണ്. 34-ാം വാക്യം, യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ, കർത്താവ് 36-ൽ പറയുന്നത്, അങ്ങനെയാണ് പിന്നെ ഞാൻ ദൈവത്തിൻ്റെ പുത്രനെ വിളിച്ചത് തെറ്റല്ലല്ലോ. കേവലം മനുഷ്യരെ വചനം ദേവന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിതാവ് വേർതിരിച്ച, പിതാവ് അയച്ച ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നത് തെറ്റാണോ? നോക്കുക, അവർ വചനം വെച്ചാണ് ദൈവദൂഷണമാണെന്ന് പറഞ്ഞ് കർത്താവിനെ കൊല്ലുവാനായി പോകുന്നത്. കർത്താവ് വചനം വെച്ച് തന്നെ പറയുകയാണ് കർത്താവ് പറഞ്ഞ വാക്കുകൾ തെറ്റല്ല എന്നാണ് ഇവിടെ കർത്താവ് അർത്ഥമാക്കുന്നത്. ഇതിന് നമ്മൾ സങ്കീർത്തനങ്ങളിലേക്ക് പോയേ മതിയാകത്തുള്ളൂ. സങ്കീർത്തനം 82 നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യം കർത്താവ് ഇവിടെ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ മലയാളത്തെക്കാൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ഞാൻ മലയാളം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 82-ന്റെ 6-ാം വാക്യം, നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങൾ ഒക്കെയും അത്യുന്നതൻ്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ ആ ദേവന്മാരെന്നുള്ളതൊക്കെ വളരെ സ്പഷ്ടമായിട്ട് ഇംഗ്ലീഷ് വേദപുസ്തകത്തിലുണ്ട്. ദയവായിട്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ. 82-ന്റെ 6, I said you are gods, you are all sons of the Most High. I said you are gods. അപ്പോൾ അവിടെ ഗോഡ്സ് എന്നുള്ള പ്രയോഗം എലോഹിം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെക്കാൾ വളരെ ലെസ്സറായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ സ്മോൾ ജിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷേ മൂലഭാഷയിൽ എലോഹിം എന്നുള്ള വാക്കാണ്. അതൊരു ലെസ്സർ ബീയിങ്ങിന് കൊടുക്കുന്ന പ്രയോഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതാരെക്കുറിച്ചാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു കൂട്ടർ പറയുന്നു ന്യായാധിപന്മാരെക്കുറിച്ചാണ് പറയുന്നത്, വേറൊരു കൂട്ടർ ദൈവത്തിൻ്റെ വചനം കിട്ടിയ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്, മറ്റൊരു കൂട്ടർ പറയുന്നു ഇത് ദൂതന്മാരെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പൊതുവെ പല വാദങ്ങളുണ്ടെങ്കിലും ന്യായാധിപന്മാരെക്കുറിച്ച് ആവാനാണ് സാധ്യത. ന്യായാധിപന്മാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, പക്ഷേ അവർ സാധുക്കളായ ആളുകളെ വിധിക്കുമ്പോൾ വേണ്ട നീതി ന്യായവും കൊടുത്തില്ല. അവരോടുള്ള ദൂതുകളായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ചുകൂടെ ഞാനത് പറഞ്ഞാൽ, ഈ ന്യായാധിപന്മാരെയാണ് ഗോഡ്സ് എന്ന് വിളിച്ചിരിക്കുന്നത്, ആൻഡ് സൺസ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. കറപ്റ്റായിട്ടുള്ള ന്യായാധിപന്മാരായിരുന്നു, നീതിബോധമില്ലാത്തവർ. അപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും കേവലം മനുഷ്യരാണ്. അവരെയാണ് ഗോഡ്സ് എന്ന് സ്ക്രിപ്റ്റേഴ്സ് വിളിക്കുന്നതെങ്കിൽ, പിതാവാം ദൈവം കോൺസിക്രേറ്റ് ചെയ്ത, വേർതിരിച്ച, കാലത്തിൻ്റെ സമ്പൂർണതയിൽ അയച്ച കർത്താവായ യേശുക്രിസ്തു ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ ആ പ്രസ്താവന തെറ്റല്ല എന്നാണ് കർത്താവിനെ എറിയാൻ പോകുന്നവരോട് പറയുന്നത്. വേറെ ഒരു വേദഭാഗവും ഞാൻ ദൈവമക്കളെ കാണിക്കാം. പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 6 വരെ ഉള്ള വേദഭാഗങ്ങൾ ദൈവമക്കൾ വായിക്കണം. ഞാൻ അതിൻ്റെ 6-ാമത്തെ വാക്യം മാത്രം വായിക്കുന്നു. അത് ദൈവമക്കൾക്കറിയാം, 7-ാം വർഷത്തിൽ ദാസന്മാരുള്ള യഹൂദന്മാർ 7-ാം വർഷത്തിൽ അവരെ വിടുവാനുള്ള ഒരു വ്യവസ്ഥയാണ്. ഈ ദാസന് സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള വ്യവസ്ഥ ന്യായപ്രമാണത്തിലുണ്ട്. അങ്ങനെ ഇരിക്കെ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലെ പ്രയോഗം എങ്ങനെയാണ്? Then his master must take him before the judges എന്നുള്ള പ്രയോഗമാണ്. He shall take him to the door or the doorpost and pierce his ear with an awl. Then he will be his servant for life. 7-ാം വർഷം
സ്വതന്ത്രമായിട്ട് പോകാം. പക്ഷേ ഈ ദാസൻ യജമാനോട് പറയുക, എനിക്ക് പോകണ്ട, എനിക്ക് യജമാനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാരുടെ അടുക്കൽ ഇവനെ കൊണ്ടുവന്ന് ഇവൻ്റെ ചെവി തുളയ്ക്കണം എന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അവിടെ ജഡ്ജസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് അതിൻ്റെ മൂല ഭാഷയിൽ എലോഹിം എന്ന പ്രയോഗമാണ്, ഗോഡ് എന്ന പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ പിതാവാം ദൈവമല്ല, അതിനേക്കാൾ ഒരു ലെസ്സർ ആളിന്, കേവലം മനുഷ്യനായ എലോഹിം എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, ദ സ്ക്രിപ്ചർ കനോട്ട് ബി ബ്രോക്കൺ, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ കേവലം മനുഷ്യരെക്കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കേവലം മനുഷ്യനല്ല, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്, പിതാവാം ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, പിതാവ് പറഞ്ഞ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നവനാണ്. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതാണോ നിങ്ങൾ ദൈവദൂഷണമാണെന്നും പറഞ്ഞ് എന്നെ കല്ലെടുത്ത് എറിയുവാനായി ഭാവിക്കുന്നത് എന്ന ആർഗ്യുമെൻ്റ് അവരുടെ തിരുവെഴുത്തിൽ നിന്ന് തന്നെ കർത്താവ് അവതരിപ്പിക്കുകയാണ്. ആശയം മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ. ഇതിനോട് ചേർന്ന് പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വരുമ്പോൾ അവിടെയും നമ്മൾക്കിത് കാണുവാനായിട്ട് കഴിയും. In all cases of illegal possession of an ox, a donkey, a sheep, a garment, or any other lost property about which somebody says, this is mine, both parties are to bring their cases before the judges. The one whom the judges declare guilty must pay back double to his neighbor. അവരുടെ ഇടയിൽ കേസുകൾ ഉണ്ടാകുമ്പോൾ ന്യായാധിപന്മാരുടെ മുൻപിൽ കൊണ്ടുവരണം. അവിടെ ന്യായാധിപന്മാർക്ക് എലോഹിം, ഗോഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ. അതുപോലെ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിലും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, ഡു നോട്ട് ബ്ലാസ്ഫീം ഗോഡ് ഓർ കേഴ്സ് ദ റൂളർ ഓഫ് യുവർ പീപ്പിൾ. ദൈവത്തെ ദുഷിക്കരുത്. ഡു നോട്ട് ബ്ലാസ്ഫീം ഗോഡ് എന്നുള്ളിടത്ത് അതിൻ്റെ ഹീബ്രു വാക്ക് നമ്മൾ പരിശോധിച്ചാൽ ഡു നോട്ട് റിവൈൽ ദ ജഡ്ജസ് എന്നതാണ് എഴുതിയിരിക്കുന്നത്. ന്യായാധിപന്മാരെ ദുഷിക്കരുതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് നോക്കി ന്യായപ്രമാണത്തിലെ സ്ക്രിപ്ചേഴ്സ് വെച്ച് തന്നെ അവരോട് സംസാരിക്കുക. ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ, 30-ാം വാക്യത്തിൽ കർത്താവ് പറയാൻ, ഞാനും പിതാവ് ഒന്നാണ്. അവർക്ക് സഹിക്കാൻ വയ്യ. അവർക്ക് യേശു ആരാണെന്നുള്ള വെളിപ്പാടില്ല. അവർ ചിന്തിക്കുകയാണ്, നസറേത്തുകാരൻ തച്ചൻ്റെ മകൻ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് ദൈവത്തോട് തുല്യനാക്കിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഇവനെ എറിഞ്ഞു കൊല്ലണം. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുക, അതെന്തിനാണ് അവനെ എറിയുന്നത്? അവർ വാക്യങ്ങളെല്ലാം പറയും. ദൈവദൂഷണം പറഞ്ഞ ഒരാളിനെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ ന്യായപ്രമാണം പറയും, ഞങ്ങളുടെ ദൈവം പറയുന്നു അവനെ കൊല്ലണം. അങ്ങനെ കല്ലെടുത്തുകൊണ്ട് കൊല്ലുവാൻ ഭാവിക്കുന്നവരോടാണ് കർത്താവ് ആദ്യം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തല്ലോ, നിങ്ങൾ ഈ പ്രവൃത്തികൾ വേണ്ടവണ്ണം വിലയിരുത്തിയതായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കത്തില്ല. എന്നിട്ട് രണ്ടാമത് കർത്താവ് പറയുന്ന ആർഗ്യുമെൻ്റ് ഇതാണ്, നിങ്ങളുടെ തന്നെ ന്യായപ്രമാണത്തിൽ കേവലം മനുഷ്യരെ ഗോഡ്സ് എന്ന് വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ കേവലം മനുഷ്യനല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവാം ദൈവം എന്നെ കോൺസിക്രേറ്റ് ചെയ്ത് എന്നെ സെൻഡ് ചെയ്തതാണ്, എന്നെ അയച്ചതാണ്. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് റോങ്. വചനം വെച്ച് തന്നെ ഇറ്റ് ഈസ് നോട്ട് റോങ്. ഈ ആർഗ്യുമെൻ്റാണ് കർത്താവ് അവരോട് പറയുന്നത്. 36-ാം വാക്യം, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? വിശുദ്ധീകരിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട്. പിതാവ് വേർതിരിച്ച്, പിതാവ് കാലത്തിൻ്റെ സമ്പൂർണതയിൽ അയച്ച കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് താൻ ക്ലെയിം ചെയ്തത് അത് ദൈവദൂഷണമാണോ എന്ന് വചനം വെച്ച് ഈ കല്ല് കയ്യിലുള്ള യഹൂദനോട് സംസാരിക്കുകയാണ്. ആശയം ദൈവമക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വാക്യത്തെ എടുത്തുകൊണ്ട് ഒരു വാദം ആളുകളുടെ ഇടയിലുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ ഒരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. ഓ അങ്ങനെയല്ലേ, അങ്ങനെയാണെങ്കിൽ
നോയിക്കേ, ഗോഡ്സ് എന്ന ന്യായാധിപന്മാർ കേവലം മനുഷ്യരെ വിളിച്ചതുപോലെ ഉള്ളൂ യേശുവിനെ വിളിക്കുന്നത്. എങ്കിൽ യേശു ദൈവമല്ല, യേശു മനുഷ്യൻ മാത്രമാണ്. കണ്ടോ, എവിടെ ഒരു പഴുതുണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൈവത്വത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി പറയുന്ന വാക്കല്ലിത്. അവർക്കുണ്ടായ തെറ്റിദ്ധാരണയെ ദൈവവചനം കൊണ്ട് കർത്താവ് തിരുത്തുകയാണ്. യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കാനായി കർത്താവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞു. പിതാവിൻ്റെ കൽപ്പനയാൽ പിതാവ് കാണിച്ചു കൊടുത്ത പ്രവർത്തനങ്ങൾ പുത്രൻ ചെയ്തു. പ്രവൃത്തികളും കർത്താവിൻ്റെ വചനവുമാണ് കർത്താവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന സാക്ഷികൾ. ഈ പ്രസ്താവന നിങ്ങൾ ദേവന്മാരാണ് എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് എടുത്തു പറയുന്നത് അവർ ചെയ്യുന്ന കാര്യം, കല്ലെടുത്ത് എറിയുന്ന കാര്യത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അതവർ ചെയ്യുന്നത് തെറ്റാണ്, അവർ ചെയ്യുന്നത് വചനവിരുദ്ധമാണ് എന്ന കാര്യമാണ്. മാത്രമല്ല, ആ ആർഗ്യുമെൻറ്റിനെ ലെസ്സർ ടു ദ ഗ്രേറ്റർ എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. കേവലം മനുഷ്യനെ അങ്ങനെ വിളിച്ചെങ്കിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെ അങ്ങനെ വിളിക്കാം. ഫ്രം ദ ലെസ്സർ ടു ദ ഗ്രേറ്റർ എന്ന ആർഗ്യുമെൻ്റാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അല്ലാതെ കർത്താവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കാൻ വേണ്ടി കേവലം മനുഷ്യൻ്റെ കാര്യമെടുത്ത് മനുഷ്യനോട് തുല്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ കർത്താവ് എടുത്തു, അതുകൊണ്ട് കർത്താവ് കേവലം മനുഷ്യനാണ് എന്ന് ആർഗ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ആർഗ്യുമെൻ്റ് ദൈവവചനത്തിന് നിരക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 37 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട, ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിക്കുവീൻ. ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. കർത്താവ് ചെയ്യുന്നതെല്ലാം പിതാവ് കാണിച്ചു കൊടുത്തതാണ്, പിതാവിൻ്റെ കൽപ്പനയാലാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പ്രസ്താവിച്ചല്ലോ. ഇവിടെ കർത്താവ് പറയുന്നത് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. 38-ാം വാക്യം, ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിക്കുവീൻ. എന്നെ വിശ്വസിച്ചില്ലെങ്കിലും പ്രവൃത്തിയെ വിശ്വസിക്കുവീൻ. എന്താണ് പ്രവൃത്തി? പ്രവൃത്തി മിറക്കിൾസ് മാത്രമല്ല, പക്ഷേ മിറക്കിൾസ് എന്ന ആശയം വളരെ ശക്തമായി അതിനകത്തുണ്ട്. കർത്താവായ യേശുക്രിസ്തു ജെറുസലേമിൽ ചെയ്തത് മാത്രം ഒന്നെടുക്ക്. 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ 38 വർഷമായി രോഗിയായി ഒരു മനുഷ്യൻ ബെഥസ്ദ കുളക്കരയിൽ കിടക്കുക. ഒറ്റ വാക്കുകൊണ്ടല്ലേ അവനെ സൗഖ്യമാക്കിയത്. ഒരപാര അത്ഭുതമാണ് കർത്താവ് യെരുശലേമിൽ ചെയ്തത്. ഇവർക്കെല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ പിറവിയിലെ കുരുടനായ മനുഷ്യനെ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിപ്പൂശി ശീലോഹാം കുളത്തിൽ പോയി കഴുകുവാൻ പറഞ്ഞു. അവൻ കഴുകിയപ്പോൾ അവൻ അത്ഭുതകരമായി സൗഖ്യമാക്കി. യെരുശലേമിൽ എല്ലാവർക്കും അറിയാം, മത നേതൃത്വം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ നല്ല പ്രവൃത്തിയെ ശരിക്കും അവർ വിവേചിക്കുവാനായി അവനെ വിളിച്ചു വരുത്തുന്നു, അവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ തൻ്റെ നല്ല പ്രവൃത്തിയെ അവർ ശരിക്കും ഒന്ന് ഡയഗ്നൈസ് ചെയ്ത് നോക്കിയതാണ്. അവിടെയെല്ലാം മത നേതൃത്വത്തിനും ബോധ്യമായതാണ് കർത്താവിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന്. ഓർക്കുന്നുണ്ടോ? 3-ാം അധ്യായം നിക്കോദിമോസ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നത്, ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. അത് ഞങ്ങൾക്ക് ബോധ്യമായി. കാരണം നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവം ഒരുവൻ്റെ കൂടെ ഇല്ലെങ്കിൽ ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവ് പറയാ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിക്കുവീൻ. പ്രവൃത്തിയിലൂടെ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണ്, ഇത് പിതാവിൻ്റെ പ്രവൃത്തികളാണ് എന്ന് നിങ്ങൾ ഗ്രഹിച്ച് വിശ്വസിക്കുവീൻ.
പിതാവും പുത്രനുമുള്ള ആ അഭേദ്യ ബന്ധത്തെ, യൂണിറ്റിയെ പിന്നെയും കർത്താവ് മുന്നിൽ കൊണ്ടുവരികയാണ്. യഹൂദന്മാരോട് ആ കാര്യങ്ങൾ കർത്താവ് പിന്നെയും പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 39-ാം വാക്യം, അവർ അവനെ പിന്നെയും പിടിക്കുവാൻ നോക്കി, അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. കർത്താവിൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല, അതുകൊണ്ട് അവർ പിടിക്കുവാനായിട്ട് നോക്കി. അവിടുത്തെ ആ ധ്വനി കർത്താവിനെ അവരെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഭാവിക്കുകയാണ്. പക്ഷേ അവരുടെ പിടിവിട്ട് കർത്താവ് പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാം. 40 മുതലുള്ള വാക്യം, അവൻ യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു. അതെവിടെയാണ് എന്നുള്ളതിന് യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് ദൈവമക്കൾ വരണം. നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിച്ചതാണ്. 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥാന്യയിൽ സംഭവിച്ചു. ഇവിടെ അങ്ങ് ഹോസ്റ്റൈലായപ്പോൾ ജെറുസലേം വിട്ട് യോർദാനക്കരെ ബെഥാന്യ എന്ന് പറയുമ്പോൾ ദൈവമക്കൾ കൺഫ്യൂഷൻ വരരുത്. 11-ാമത്തെ അധ്യായത്തിൽ ലാസറിൻ്റെ ഭവനമൊക്കെ ബെഥാന്യയിലാണ്. ഇതാ ബെഥാന്യ അല്ല, യോർദാനക്കരെയുള്ള ബെഥാന്യ എന്ന ആശയമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അവിടെയാണ് വാസ്തവത്തിൽ യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ ആ സ്ഥലത്തേക്ക് കർത്താവ് മടങ്ങിപ്പോവുകയാണ്. അവിടെയാണ് പിതാവിൻ്റെ ശബ്ദം കേട്ടത്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യെരുശലേമിൽ ആളുകളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്തു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ല. അങ്ങനെ കർത്താവ് യോർദാൻ അക്കരെ കടന്നു പോവുകയാണ്. പിതാവ് ഇടപെട്ട സ്ഥലത്തേക്ക്, ആദ്യമായി ശുശ്രൂഷ ചെയ്ത സ്ഥലത്തേക്ക് താൻ അവിടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. 41-ാം വാക്യം, പലരും അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ പലരും അവനിൽ വിശ്വസിച്ചു. യോഹന്നാൻ ആ സമയത്തേക്ക് മരിച്ചു പോയിരുന്നു എങ്കിലും യോഹന്നാൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും സൊസൈറ്റിയിലുണ്ട്. യോഹന്നാൻ അടയാളങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം ഇപ്പോഴും ജനത്തിൻ്റെ ഇടയിൽ അവർ ഓർക്കുന്നുണ്ട്. അത് വെച്ച് അവർ യേശുവിൽ വിശ്വസിക്കുകയാണ്. ഒരിടത്ത് കർത്താവിനെ റിജക്റ്റ് ചെയ്യുന്നു, കർത്താവ് അപ്പുറത്ത് പോകുമ്പോൾ ധാരാളം ആളുകൾ കർത്താവിനെ വിശ്വസിക്കുന്നതായിട്ട് നമ്മൾക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണുവാൻ കഴിയും. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വലിയവനായ കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അനേകർ കർത്താവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുമ്പോൾ കൃപയാൽ പിതാവാം ദൈവം നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്ത്. പിതാവ് പറയാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, പിതാവ് കാണിച്ചു കൊടുക്കാത്ത ഒരു കാര്യവും അവിടുന്ന് ചെയ്തിട്ടില്ല. പിതാവിൻ്റെ കൽപ്പനയാലാണ് സകല പ്രവർത്തനങ്ങളും ചെയ്തത്. അവിടുന്ന് ബലഹീനരെ താങ്ങിയതും, ആശ്വാസം വേണ്ടിയവർക്ക് ആശ്വാസം കൊടുത്തതും, ആഹാരം വേണ്ടിയവർക്ക് അത് കൊടുത്തതും, അവിടുന്ന് ചെയ്ത സകല അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് സ്വതേ ഒന്നും ചെയ്തില്ല. പിതാവ് കാണിച്ചതും പിതാവ് കൽപ്പിച്ചതുമായ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യ ബന്ധം. 30-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരിക. ഞാനും പിതാവും ഒന്നാണ് എന്ന് യേശു പറഞ്ഞു. അതെത്രയോ വാസ്തവമാണ്. അത് ഗ്രഹിപ്പാൻ തിരുവെഴുത്തിലൂടെ നമുക്ക് കൃപ ദൈവം തരട്ടെ. ഇത് തിരിച്ചറിയാത്ത, വെളിപ്പാടില്ലാത്തവർ അന്നത്തെ പോലെ തന്നെ ഇന്നും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ തിരുവെഴുത്തിലൂടെ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.